ഇനി നമുക്ക് സബ്ജക്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. സബ്ജക്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻ നമ്പർ 61 മുതൽ 160 വരെ 100ഓളം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഹാഡ് റെക്കമെൻഡഡ് എ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ്. ഫസ്റ്റ് ഓപ്ഷൻ 1955, സെക്കൻഡ് ഓപ്ഷൻ 1958, തേർഡ് ഓപ്ഷൻ 1959, ഫോർത്ത് ഓപ്ഷൻ 1960. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് ഇയറിലാണ് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ്? 61ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ 1958 ഇൻ 1958 1958 ദ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഹാഡ് റെക്കമെൻഡഡ് എ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് recommendation of dash committee was the establishment of small farmers development agency. First option all India rural credit survey committee, second option mehta committee, third option sariya committee, fourth option all India rural credit review committee. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് കമ്മിറ്റിയുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റെക്കമെൻഡേഷൻ ആണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 62ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. ആൻസർ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെക്കമെൻഡേഷൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി വാസ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്മോൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി. SFDA എന്നൊക്കെ ഷോർട്ട് ഫോമിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം 62ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കമ്മിറ്റി സജസ്റ്റഡ് ദാറ്റ് NABARD should undertake the statutory inspection of state and district cooperative banks and regional rural banks? First option DRB Shivaraman Committee, second option Vaidyanathan Committee, third option Hasari Committee, fourth option Sariya Committee. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് കമ്മിറ്റിയാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് ദാറ്റ് നബാർഡ് ഷുഡ് അണ്ടർടേക്ക്? എന്താണ് നബാർഡ് അണ്ടർടേക്ക് ചെയ്യേണ്ടത്? ദ സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. 63ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ ഡോക്ടർ ബി ശിവരാമൻ കമ്മിറ്റിയാണ്. ഓക്കെ, ഡോക്ടർ ബി ശിവരാമൻ കമ്മിറ്റി സജസ്റ്റഡ് ദാറ്റ് നബാർഡ് ഷുഡ് അണ്ടർടേക്ക് ദി സ്റ്റാറ്റ്യൂട്ടറി ഇൻസ്പെക്ഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. അപ്പോൾ 63ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The long-term loans given by PACs are called. First option production loans, second option scheme loans, third option investment loans, fourth option allied to agriculture loans. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The long-term loans given by PACs, primary agriculture credit society, are called. 64ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ സ്കീം ലോൺസ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 65ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നബാർഡ് ഹാസ് ഡിസ്പേഴ്സ്ഡ് dash of special liquidity assistance to cooperative banks to enable unhindered flow of credit to farmers in the wake of the COVID-19 pandemic. First option rupees 1567 കോടി, second option rupees 2000 കോടി, third option rupees 16800 കോടി, fourth option rupees 25500 കോടി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നബാർഡ് ഹാസ് ഡിസ്പേഴ്സ്ഡ് എത്ര എമൗണ്ട് ഓഫ് സ്പെഷ്യൽ ലിക്വിഡിറ്റി അസിസ്റ്റൻസ് ആയിട്ട് ആർക്ക്? ടു കോപ്പറേറ്റീവ് ബാങ്ക്സ്. എന്തിനു വേണ്ടി? ടു എനേബിൾ അൺഹിൻഡ്രഡ് തടസ്സമില്ലാത്ത ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടു ഫാർമേഴ്സ് ഇൻ ദി വേക്ക് ഓഫ് ദ COVID-19 പാൻഡമിക്. യെസ്, 65ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ റുപ്പീസ് 16800 കോടിയാണ്. നബാർഡ് ഹാസ് ഡിസ്പേഴ്സ്ഡ് റുപ്പീസ് 16800 crores ഓഫ് സ്പെഷ്യൽ ലിക്വിഡിറ്റി അസിസ്റ്റൻസ് ടു കോപ്പറേറ്റീവ് ബാങ്ക്സ് ടു എനേബിൾ അൺഹിൻഡ്രഡ് ഫ്ലോ ഓഫ് ക്രെഡിറ്റ് ടു ഫാർമേഴ്സ് ഇൻ ദി വേക്ക് ഓഫ് ദി COVID-19 പാൻഡമിക്. അപ്പോൾ 65ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ബൈ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് held in dash in 1895. First option Manchester, second option London, third option Geneva, fourth option Paris. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA വാസ് ഫൗണ്ടഡ് ബൈ ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ ഏത് പ്ലേസിൽ? ഇൻ 1895. 66ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ലണ്ടൻ ആണ്. ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫൗണ്ടഡ് ബൈ ദി ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് കോൺഗ്രസ് ഹെൽഡ് ഇൻ ലണ്ടൻ ഇൻ 1895. അപ്പോൾ 66ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് ദ RBI സെറ്റപ്പ് ദ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഫോർ ദ റിവ്യൂ ഓഫ് ദി റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം. ഫസ്റ്റ് ഓപ്ഷൻ 1950,
സെക്കൻഡ് ഓപ്ഷൻ 1966, തേർഡ് ഓപ്ഷൻ 1970, ഫോർത്ത് ഓപ്ഷൻ 1976. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് വർഷമാണ് ദ RBI സെറ്റപ്പ് ദ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി? എന്തിനു വേണ്ടി? ഫോർ ദി റിവ്യൂ ഓഫ് ദി റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം. 67ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ 1966 ആണ്, 1966. ഇൻ 1966 the RBI set up the All India Rural Credit Review Committee for the review of the rural credit system. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NCDC is a statutory corporation set up under an act of Indian Parliament on first option 3rd March 1963, second option 13th March 1965, third option 13th March 1963, fourth option 23rd March 1964. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? NCDC is a statutory corporations ആണ്, സെറ്റപ്പ് അണ്ടർ ആൻ ആക്ട് ഓഫ് ഇന്ത്യൻ പാർലമെൻറ്റ് ഓൺ എന്നാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 68ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ 13th March 1963 ആണ്. അപ്പോൾ 68ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് NDDB ഇൻട്രൊഡ്യൂസ്ഡ് ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. ഫസ്റ്റ് ഓപ്ഷൻ 13th January 1970, സെക്കൻഡ് ഓപ്ഷൻ 13th February 1970, തേർഡ് ഓപ്ഷൻ 23rd March 1970, ഫോർത്ത് ഓപ്ഷൻ 23rd April 1970. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് ഡേറ്റിലാണ് NDDB ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഏതാണ്? ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. 69ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ 13th January 1970 അപ്പോൾ 69ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 70ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഈസ് അറ്റ്. ഫസ്റ്റ് ഓപ്ഷൻ മുംബൈ, സെക്കൻഡ് ഓപ്ഷൻ പാറ്റ്ന, തേർഡ് ഓപ്ഷൻ ചെന്നൈ, ഫോർത്ത് ഓപ്ഷൻ ഡൽഹി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് നാഷണൽ ഫെഡറേഷൻ ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ഈസ് അറ്റ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 70ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ ഡൽഹിയിലാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് അറ്റ് ജാങ്ക് ഇൻ പഞ്ചാബ് ഇൻ. ഫസ്റ്റ് ഓപ്ഷൻ 1915, സെക്കൻഡ് ഓപ്ഷൻ 1920, തേർഡ് ഓപ്ഷൻ 1921, ഫോർത്ത് ഓപ്ഷൻ 1923. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് അറ്റ് ജാങ്ക് ഇൻ പഞ്ചാബ്. ഏത് വർഷമാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 71ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. 1920. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വേർ ദെയർ ഇൻ ഇന്ത്യ ഇൻ 2020? ഫസ്റ്റ് ഓപ്ഷൻ 20, സെക്കൻഡ് ഓപ്ഷൻ 23, തേർഡ് ഓപ്ഷൻ 31, ഫോർത്ത് ഓപ്ഷൻ 32. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എത്ര ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് വേർ ദെയർ ഇൻ ഇന്ത്യയിലുണ്ട് ഇൻ 2020? 2020 എത്ര ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇന്ത്യയിൽ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ 23 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ്. ഫസ്റ്റ് ഓപ്ഷൻ ചെയർമാൻ, സെക്കൻഡ് ഓപ്ഷൻ പ്രസിഡന്റ്, തേർഡ് ഓപ്ഷൻ ഡയറക്ടർ ജനറൽ, ഫോർത്ത് ഓപ്ഷൻ മാനേജിംഗ് ഡയറക്ടർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്, അതായത് ICAയുടെ ഈസ് ഡെസിഗ്നേറ്റഡ്. അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഡയറക്ടർ ജനറലാണ്. അപ്പോൾ 73ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 74ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The Banking Regulations Amendment Act 2020 regulates the functioning of. First option urban cooperative banks, second option urban cooperative banks and state cooperative banks, third option state cooperative banks, district cooperative banks and urban cooperative banks, fourth option state cooperative banks, district cooperative banks, urban cooperative banks, primary agriculture credit societies and agriculture and rural development banks. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ് ആക്ട് 2020 റെഗുലേറ്റ് ദി ഫംഗ്ഷനിങ് ഓഫ്. ഏതിൻ്റെ ഫംഗ്ഷനാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 74ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. അപ്പോൾ 74ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The limit to the maximum share that can be held by a members of an urban cooperative bank is. First option 5% of the paid up share capital, second option 1/5 of the share capital, third option 1/5 of the authorized share capital, fourth option without any limit. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The limit to the maximum share that can be held by a members of an urban cooperative banks.
അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പേഴ്സിന് മാക്സിമം ഷെയർ ദാറ്റ് ക്യാൻ ബി ഹെൽഡ്, എത്ര ഷെയർ ഹെൽഡ് ചെയ്യാം, അതിൻ്റെ ലിമിറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ 5% ഓഫ് ദി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ്. അപ്പോൾ 75ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ഡയറക്ടേഴ്സ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ 5 years, സെക്കൻഡ് ഓപ്ഷൻ 8 years, തേർഡ് ഓപ്ഷൻ 2 terms, ഫോർത്ത് ഓപ്ഷൻ നോ ലിമിറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ മാക്സിമം ടേം ഓഫ് ഓഫീസ് ഓഫ് ദി ഡയറക്ടേഴ്സ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടേഴ്സിൻ്റെ മാക്സിമം ടേം ഓഫ് ഓഫീസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 76ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ 8 years ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 77ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഡാഷ് ദ റോക്കഡേൽ പൈനേഴ്സ് ഫൗണ്ടഡ് ദ മോഡേൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 1882, സെക്കൻഡ് ഓപ്ഷൻ 1885, തേർഡ് ഓപ്ഷൻ 1884, ഫോർത്ത് ഓപ്ഷൻ 1844. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് വർഷമാണ് റോക്കഡേൽ പൈനേഴ്സ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? ദ മോഡേൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. യെസ്, 77ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ 1844ലാണ്. ഇൻ 1844 ദ റോക്കഡേൽ പൈനേഴ്സ് ഫൗണ്ടഡ് ദി മോഡേൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇംഗ്ലണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഡാഷ് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫസ്റ്റ് ഓപ്ഷൻ എൻട്രി 30 ലിസ്റ്റ് 3rd ഓഫ് ദി 7th ഷെഡ്യൂൾ, സെക്കൻഡ് എൻട്രി 31 ലിസ്റ്റ് 2 ഓഫ് 6th ഷെഡ്യൂൾ, തേർഡ് ഓപ്ഷൻ എൻട്രി 32 ഓഫ് ദി 2nd ലിസ്റ്റ് ഓഫ് ദി 7th ഷെഡ്യൂൾ, ഫോർത്ത് ഓപ്ഷൻ എൻട്രി 32 ഓഫ് ദി 1st ലിസ്റ്റ് ഓഫ് ദി 7th ഷെഡ്യൂൾ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേഷൻ ഈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ഷെഡ്യൂളിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 78ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ എൻട്രി 32 ഓഫ് ദി 2nd ലിസ്റ്റ് ഓഫ് ദി 7th ഷെഡ്യൂളാണ്. അപ്പോൾ 78ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A registration of a cooperative society is a fundamental right of citizen as per article. First option 19(1)(c), second option 43(b), third option 243(zT), fourth option 243(zK). എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഇസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഓഫ് എ സിറ്റിസൺ ആസ് പെർ ആർട്ടിക്കിൾ. ഏത് ആർട്ടിക്കിൾ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 79ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ 19(1)(c) പ്രകാരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 80ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യൂണിയൻ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ ഹെഡഡ് ബൈ അമിത് ഷാ വാസ് ഫോംഡ് ഓൺ. ഫസ്റ്റ് ഓപ്ഷൻ 23rd September 2020, സെക്കൻഡ് ഓപ്ഷൻ 5th June 2021, തേർഡ് ഓപ്ഷൻ 6th July 2021, ഫോർത്ത് ഓപ്ഷൻ 3rd July 2020. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? യൂണിയൻ മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ ഹെഡഡ് ബൈ അമിത് ഷാ വാസ് ഫോംഡ് ഓൺ ഏത് ഡേറ്റിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 80ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ 6th July 2021 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഷാൾ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി കൺവീൻഡ് അണ്ടർ റൂൾ 43A of KCS rules to consider a non-confidence motion against the president? First option the vice president, second option the officer of the cooperative department authorized by the registrar, third option the registrar, fourth option returning officer. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ റൂൾ 43A of KCS റൂൾസ് അനുസരിച്ച് ടു കൺസിഡർ, എന്ത് കൺസിഡർ ചെയ്യാൻ? നോൺ കോൺഫിഡൻസ് മോഷൻ എഗനസ്റ്റ് ദി പ്രസിഡൻറ്റിന് എഗനസ്റ്റ് ആയിട്ടൊരു നോൺ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റി മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ ഹൂ ഷാൾ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ്, ആരാണ് അധ്യക്ഷ സ്ഥാനം ആ മീറ്റിങ്ങിൽ വഹിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ദ ഓഫീസർ ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓതറൈസ്ഡ് ബൈ ദി രജിസ്ട്രാർ. അപ്പോൾ 81ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ദ ഓഫീസർ ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓതറൈസ്ഡ് ബൈ ദി രജിസ്ട്രാർ ഷാൾ പ്രിസൈഡ് ഓവർ ദി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി കൺവീൻഡ് അണ്ടർ റൂൾ 43A of KCS റൂൾസ് ടു കൺസിഡർ എ നോൺ കോൺഫിഡൻസ് മോഷൻ അഗൻസ്റ്റ് ദി പ്രസിഡൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 82ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 34 ഓഫ് ദി KCS ആക്ട് ഡീൽസ് വിത്ത് ഫസ്റ്റ് ഓപ്ഷൻ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, second option securing possession of records, third option nomination, fourth option appointment of administrator. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 34 ഓഫ് ദി KCS ആക്ട് ഡീൽ ചെയ്യുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ സെക്യൂറിംഗ് പൊസഷൻ ഓഫ് റെക്കോർഡ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 83 ഓഫ് ദി KCS ആക്ട് 1969 ഡീൽസ് വിത്ത് ഫസ്റ്റ് ഓപ്ഷൻ അപ്പീൽസ് ടു ട്രിബ്യൂണൽ, സെക്കൻഡ് ഓപ്ഷൻ അപ്പീൽസ് ടു അതർ അതോറിറ്റീസ്,
തേർഡ് ഓപ്ഷൻ ആർബിട്രേഷൻ കോർട്ട്, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെക്ഷൻ 83 ഓഫ് ദി KCS ആക്ട് 1969 ഡീൽസ് ചെയ്യുന്ന എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. ആൻസർ അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് ആണ്. സെക്ഷൻ 82 ആണ് ഡീൽ ചെയ്യുന്നത് അപ്പീൽസ് ടു ട്രിബ്യൂണൽ. സെക്ഷൻ 81 ആണ് ട്രിബ്യൂണൽ. അപ്പോൾ സെക്ഷൻ 83 ഓഫ് ദി KCS ആക്ട് 1969 ഡീൽസ് വിത്ത് അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 84ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ഓഡ് വൺ. ഫസ്റ്റ് ഓപ്ഷൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, സെക്കൻഡ് ഓപ്ഷൻ റിസർവ് ഫണ്ട്, തേർഡ് ഓപ്ഷൻ കോമൺ ഗുഡ് ഫണ്ട്, ഫോർത്ത് ഓപ്ഷൻ മെമ്പർ റിലീഫ് ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് സെയിം ഗ്രൂപ്പിൽ വരാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ കോമൺ ഗുഡ് ഫണ്ട് ആണ്. അതായത് സെക്ഷൻ 56 ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ് അനുസരിച്ച് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടും റിസർവ് ഫണ്ടും മെമ്പർ റിലീഫ് ഫണ്ടും സ്റ്റാറ്റ്യൂട്ടറി ആണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി അല്ലാത്തത് കോമൺ ഗുഡ് ഫണ്ടാണ്. അപ്പോൾ ഫൈൻഡ് ദി ഓഡ് വൺ. ആൻസർ 84ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്, കോമൺ ഗുഡ് ഫണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 85ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The supervision under section 66 of the KCS may include first option an inspection of the books of the society, second option verification of cash balance, third option valuation asset of the society, fourth option all of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ സൂപ്പർവിഷൻ അണ്ടർ സെക്ഷൻ 66 ഓഫ് ദി KCS ആക്ട് മേ ഇൻക്ലൂഡ്. ഏതാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ദി ബുക്സ് ഓഫ് ദി സൊസൈറ്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 86ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കണ്ടക്റ്റഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ, സെക്കൻഡ് ഓപ്ഷൻ മാനേജിംഗ് കമ്മിറ്റി, തേർഡ് ഓപ്ഷൻ എൽഡർ മെമ്പർ ഓഫ് ദി സൊസൈറ്റി, ഫോർത്ത് ഓപ്ഷൻ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രസിഡന്റിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അതാരാണ് കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിൽ നിന്നും മാനേജിംഗ് കമ്മിറ്റിനെ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അതിൽ നിന്നും ഈ മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നും ഓഫീസ് ബേസ്, ദാറ്റ് മീൻസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാനെ എലക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആരാണ്? അതും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പോൾ 86ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 87ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ മാനേജ്മെന്റ് ഓഫ് ഡാഷ് സൊസൈറ്റീസ് ദർ ആർ പ്രൊഫഷണൽ ഹാവിംഗ് എക്സ്പെർട്ടൈസ് നോളജ്. ഫസ്റ്റ് ഓപ്ഷൻ റൂറൽ കോപ്പറേറ്റീവ് ബാങ്ക്, സെക്കൻഡ് ഓപ്ഷൻ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, തേർഡ് ഓപ്ഷൻ അർബൻ ബാങ്ക്സ്, ഫോർത്ത് ഓപ്ഷൻ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ മാനേജ്മെന്റ് ഓഫ് ഡാഷ് സൊസൈറ്റി, ഏത് സൊസൈറ്റിയിലെ മാനേജ്മെൻറ്റിലാണ് ദർ ആർ പ്രൊഫഷണൽ ഹാവിങ് എക്സ്പെർട്ടൈസ് നോളജ് ഉള്ളവർ വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ അർബൻ ബാങ്ക്സിലാണ്. ആസ് പെർ സെക്ഷൻ 28AA റിസർവേഷൻ ഫോർ ബാങ്കിങ് എക്സ്പീരിയൻസ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ദി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് നോട്ട് ലെസ് ദാൻ 2 മെമ്പേഴ്സ്. അപ്പോൾ 87ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 88ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൂൾ മേക്കിംഗ് പവർ ഓഫ് ഗവൺമെൻറ് ഈസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട്. ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 109, സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ 108, തേർഡ് ഓപ്ഷൻ സെക്ഷൻ 107, ഫോർത്ത് ഓപ്ഷൻ സെക്ഷൻ 105. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഗവൺമെൻറ്റിന് റൂൾ മേക്ക് ചെയ്യാനുള്ള പവർ കൊടുക്കുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് KCS ആക്ട് അനുസരിച്ച്. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ സെക്ഷൻ 109 ആണ്. റൂൾ മേക്കിംഗ് പവർ ഓഫ് ഗവൺമെൻറ് ഈസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 109 ഓഫ് KCS ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അപ്പീൽ അഗൻസ്റ്റ് ദ സൂപ്പർസെഷൻ ഓർഡർ ഓഫ് രജിസ്ട്രാർ ഷാൾ ബി ഫൈൽഡ് ബിഫോർ. ഫസ്റ്റ് ഓപ്ഷൻ ട്രിബ്യൂണൽ, സെക്കൻഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്, തേർഡ് ഓപ്ഷൻ സിവിൽ കോർട്ട്, ഫോർത്ത് ഓപ്ഷൻ ഗവൺമെൻറ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അതായത് രജിസ്ട്രാറിൻ്റെ സൂപ്പർ സെഷൻ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അപ്പീൽ എവിടെയാണ് ഫയൽ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ ഗവൺമെൻറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ആൻ അപ്പീൽ അഗൻസ്റ്റ് ദി സൂപ്പർ സെഷൻ ഓർഡർ ഓഫ് ദി രജിസ്ട്രാർ ഷാൾ ബി ഫൈൽഡ് ബിഫോർ ഗവൺമെൻറ്. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മോണിറ്ററി ഡിസ്പ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ്സ് ഷാൾ ബി റെഫേർഡ് ടു. ഫസ്റ്റ് ഓപ്ഷൻ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ രജിസ്ട്രാർ, തേർഡ് ഓപ്ഷൻ ട്രിബ്യൂണൽ, ഫോർത്ത് ഓപ്ഷൻ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മോണിറ്ററി ഡിസ്പ്യൂട്ട്, പണപരമായിട്ടുള്ള തർക്കങ്ങൾ ഓഫ് കോപ്പറേറ്റീവ് ഷാൾ ബി റെഫേർഡ് ടു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷാൾ ബി റെഫേർഡ് ടു ബി ആണ് ആൻസർ. രജിസ്ട്രാർ മുമ്പാകെയാണ്. അപ്പോൾ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഓഫ് എ കോപ്പറേറ്റീവ് ഷാൾ ബി റെഫേർഡ് ടു രജിസ്ട്രാർ. 90ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ റൂൾ ഡാഷ് RCS give a direction to a society to maintain all the accounts, books and registers up to date in proper form. First option rule 39, second option rule 30, third option rule 29, fourth option rule 31. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ റൂൾ, ഏത് റൂൾ അനുസരിച്ചാണ് RCS രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഗിവ് ഡയറക്ഷൻ ടു എ സൊസൈറ്റിക്ക് ഡയറക്ഷൻ കൊടുക്കും ടു മെയിൻറ്റെയിൻ ചെയ്യാൻ all the accounts, books and registers up to date in a proper form. ഏത് റൂൾ അനുസരിച്ചാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ റൂൾ 30 അനുസരിച്ചാണ്. ആസ് പെർ റൂൾ 30 RCS give a direction to a society to maintain all the accounts, books and registers up to date in proper form. അപ്പോൾ 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗഹാൻ is created as per dash rule of KCS Act. First option rule 36A, second option rule 36, third option rule 51A, fourth option rule 46. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? KCS ആക്ടിലെ ഏത് റൂൾ പ്രകാരമാണ് ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ റൂൾ 51A അനുസരിച്ചാണ്. ഗഹാൻ ഈസ് ക്രിയേറ്റഡ് ആസ് പെർ റൂൾ 51A റൂൾ ഓഫ് KCS ആക്ട്. അപ്പോൾ 92ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 93ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 68A ഓഫ് ദി KCS ആക്ട് ദ വിജിലൻസ് ഓഫീസർ ഈസ് അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ കോപ്പറേറ്റീവ് മിനിസ്റ്റർ, സെക്കൻഡ് ഓപ്ഷൻ ഗവർണർ, തേർഡ് ഓപ്ഷൻ രജിസ്ട്രാർ, ഫോർത്ത് ഓപ്ഷൻ ചീഫ് മിനിസ്റ്റർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ സെക്ഷൻ 68A ഓഫ് ദി KCS ആക്ട് അനുസരിച്ച് ദ വിജിലൻസ് ഓഫീസർ ഈസ് അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ഡാഷ്. വിജിലൻസ് ഓഫീസർ ആരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ രജിസ്ട്രാറിൻ്റെ ആണ്. ആസ് പെർ സെക്ഷൻ 68A ഓഫ് ദി KCS ആക്ട് ദ വിജിലൻസ് ഓഫീസർ ഈസ് അണ്ടർ ദി അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് രജിസ്ട്രാർ. 93ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 94ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് സ്പെസിഫൈഡ് ഇൻ. ഫസ്റ്റ് ഓപ്ഷൻ റൂൾ 64A, സെക്കൻഡ് ഓപ്ഷൻ സെക്ഷൻ 64A, തേർഡ് ഓപ്ഷൻ റൂൾ 66A, ഫോർത്ത് ഓപ്ഷൻ റൂൾ 64B. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ, ഒരു ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈ സ്പെസിഫൈഡ് ഇൻ ഏത് റൂൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഏത് റൂൾ അല്ലെങ്കിൽ ഏത് സെക്ഷൻ? 94ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ റൂൾ 64A. ക്വാളിഫിക്കേഷൻ ഓഫ് ആൻ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് സ്പെസിഫൈഡ് ഇൻ റൂൾ 64A. 94ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വാറം ഫോർ ദി ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻഡ് ബൈ ലിക്വിഡേറ്റർ. ഫസ്റ്റ് ഓപ്ഷൻ 1/3, സെക്കൻഡ് ഓപ്ഷൻ 1/2, തേർഡ് ഓപ്ഷൻ 2/3, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവെൻറ്റ് ബൈ ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കുന്ന ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ ക്വാറം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ നൺ ഓഫ് ദിസ് ആണ്. കാരണം എന്താണ്? ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കുന്ന ലാസ്റ്റ് ജനറൽ ബോഡിക്ക് നോ ക്വാറമാണ്. അപ്പോൾ 95ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 96ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൂൾ കണക്റ്റഡ് വിത്ത് ദി ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ റൂൾ 16, സെക്കൻഡ് ഓപ്ഷൻ റൂൾ 23, തേർഡ് ഓപ്ഷൻ റൂൾ 25, ഫോർത്ത് ഓപ്ഷൻ റൂൾ 16A. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഏത് റൂളാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്തുമായിട്ട് ബന്ധപ്പെട്ട്? ഐഡൻറ്റിഫിക്കേഷൻ കാർഡിനെ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഐഡൻറ്റിഫിക്കേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട്. 96ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ റൂൾ 16A ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡ്യൂട്ടി ഓഫ് എ സെയിൽ ഓഫീസർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ കണ്ടക്ട് ഇലക്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ കണ്ടക്ട് എൻക്വയറി, തേർഡ് ഓപ്ഷൻ കണ്ടക്ട് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിൽ, ഫോർത്ത് ഓപ്ഷൻ കണ്ടക്ട് ലിക്വിഡേഷൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ഡ്യൂട്ടി ഓഫ് എ സെയിൽ ഓഫീസർ, ജപ്തി ഓഫീസർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെയിൽ ഓഫീസറിൻ്റെ ഡ്യൂട്ടി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ കണ്ടക്ട് അറ്റാച്ച്മെൻറ്റ് ആൻഡ് സെയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 98ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പൾഷൻ ഓഫ് എ മെമ്പർ is a made by dash through a resolution passed with 2/3 majority of members present and vote. First option annual general body, second option last general body, third option first general body, fourth option special general body.
എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എക്സ്പൾഷൻ ഓഫ് എ മെമ്പർ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറിനെ എക്സ്പെൽ ചെയ്യുക, പുറത്താക്കുക, ഈസ് മെയ്ഡ് ബൈ ഏത് ജനറൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ടാണ്? ത്രൂ എ റെസൊല്യൂഷൻ പാസ്ഡ് വിത്ത് 2/3 മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്, സ്പെഷ്യൽ ജനറൽ ബോഡിയാണ്. ആസ് പെർ സെക്ഷൻ 17 റൂൾ 18 എക്സ്പ്രഷൻ ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ 98ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. എക്സ്പ്രഷൻ ഓഫ് എ മെമ്പർ ഈസ് മെയ്ഡ് ബൈ ആൻസർ സ്പെഷ്യൽ ജനറൽ ബോഡി ത്രൂ എ റെസൊല്യൂഷൻ പാസ്ഡ് വിത്ത് 2/3 മജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 99ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിനിമം പീരീഡ് റിക്വയർഡ് ടു വിഡ്രോ ഷെയർ ഫ്രം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ 3 years, സെക്കൻഡ് ഓപ്ഷൻ 1 year, തേർഡ് ഓപ്ഷൻ 5 years, ഫോർത്ത് ഓപ്ഷൻ 2 years. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഷെയർ വിഡ്രോ ചെയ്യാൻ മിനിമം പീരീഡ് എത്രയാണ് ആവശ്യം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 99ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ 3 years ആണ്. ആസ് പെർ സെക്ഷൻ 24 അനുസരിച്ച് റൈറ്റ് ടു വിഡ്രോവൽ ഓഫ് ഷെയർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി നോട്ട് ലെസ് ദാൻ 3 years. അപ്പോൾ 3 years ഉണ്ട്. അപ്പോൾ ആൻസർ 3 years കൊടുക്കാം. 99ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഫിലിയേഷൻ ഫീ ടു ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഫസ്റ്റ് ഓപ്ഷൻ ഗ്രോസ് പ്രോഫിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ നെറ്റ് പ്രോഫിറ്റ്, തേർഡ് ഓപ്ഷൻ ഷെയർ ക്യാപിറ്റൽ, ഫോർത്ത് ഓപ്ഷൻ റിസർവ് ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലെ അഫിലിയേഷൻ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ ബേസിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 100ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഷെയർ ക്യാപിറ്റൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ അസറ്റ് വിച്ച് ഇസ് നോട്ട് എ ഫിക്റ്റീഷ്യസ് ബട്ട് ഇൻടാഞ്ചിബിൾ ആണ് ഇൻ നേച്ചർ ഹാവിങ് റിയലൈസബിൾ വാല്യൂ ഉണ്ട്. ഈസ് എ ഫസ്റ്റ് ഓപ്ഷൻ ഗുഡ് വിൽ, സെക്കൻഡ് ഓപ്ഷൻ മെഷീനറി, തേർഡ് ഓപ്ഷൻ ബിൽഡിംഗ്, ഫോർത്ത് ഓപ്ഷൻ വെഹിക്കിൾ. അപ്പോൾ എന്താണ് അതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻ അസറ്റ് വിച്ച് ഈസ് നോട്ട് എ ഫിക്റ്റീഷ്യസ് ബട്ട് ഇൻടാഞ്ചിബിൾ, ടാഞ്ചിബിൾ അല്ല, ഇൻടാഞ്ചിബിൾ ആണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ഡയറക്റ്റ് പോകാം. 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ ഗുഡ് വിൽ ആണ് ഇൻടാഞ്ചിബിൾ. ബാക്കി എല്ലാം എന്താണ് മെഷീനറിയും ബിൽഡിങ്ങും വെഹിക്കിളും ഒക്കെ ടാഞ്ചിബിൾ ആണ്. അപ്പോൾ 101ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 102ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് ഫസ്റ്റ് ഓപ്ഷൻ ആവറേജ് വാല്യൂ, സെക്കൻഡ് ഓപ്ഷൻ ലോവർ ദി കോസ്റ്റ് പ്രൈസ് ഓൺ മാർക്കറ്റ് പ്രൈസ്, തേർഡ് ഓപ്ഷൻ ഹയർ വാല്യൂ, ഫോർത്ത് ഓപ്ഷൻ ബുക്ക് വാല്യൂ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി വാല്യൂഡ് അറ്റ് 102ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ലോവർ ദി കോസ്റ്റ് പ്രൈസ് ഓൺ മാർക്കറ്റ് പ്രൈസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 103ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. If loss assets are permitted to be retained in the books, dash percentage of the outstanding thereof should be provided for. First option 10, second option 20, third option 50, fourth option 100. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ലോസ് അസറ്റ് ആണെങ്കിൽ ആർ പെർമിറ്റഡ് ടു ബി റിട്ടേൺഡ് ഇൻ ദി ബുക്സിൽ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ദെയർ ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ. എത്രയാണ്? 100% ആണ്. അപ്പോൾ 103ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ എഫ് ലോസ് അസറ്റ് ആർ പെർമിറ്റഡ് ടു ബി റിട്ടേൺഡ് ഇൻ ദി ബുക്സ് 100% ഓഫ് ദി ഔട്ട്സ്റ്റാൻഡിങ് ദെയർ ഷുഡ് ബി പ്രൊവൈഡഡ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 104ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊവിഷൻ ഇസ് റിക്വയർഡ് ഫോർ എ ഡൗട്ട്ഫുൾ അൺസെക്യൂർഡ് അസറ്റ് ഇസ് ഡാഷ് പെർസെൻറ്റേജ്. ഫസ്റ്റ് ഓപ്ഷൻ 100, സെക്കൻഡ് ഓപ്ഷൻ 50, തേർഡ് ഓപ്ഷൻ 30, ഫോർത്ത് ഓപ്ഷൻ 10. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എത്ര പ്രൊവിഷൻസ് ആണ് റിക്വയർ ആവശ്യമുള്ളത്? ഡൗട്ട്ഫുൾ അൺസെക്യൂർഡ് അസറ്റ് ഈസ് ഡാഷ് പെർസെൻറ്റേജ്. 104ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ 100 ആണ്. പ്രൊവിഷൻസ് റിക്വയർഡ് ഫോർ എ ഡൗട്ട്ഫുൾ അൺസെക്യൂർഡ് അസറ്റ് ഈസ് 100%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 105ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ ഗുഡ് ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ഈസ് അറൗണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 1 to 1.5, സെക്കൻഡ് ഓപ്ഷൻ 1 to 1, തേർഡ് ഓപ്ഷൻ 2 to 1, ഫോർത്ത് ഓപ്ഷൻ 3 to 1. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഗുഡ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഈസ് അറൗണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 105ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ 1 to 1.5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 106ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സച്ച് പോർഷൻ ഓഫ് ദി റിസർവ് ഫണ്ട്, അതർ ഫണ്ട്സ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ലോൺസ് ആൻഡ് ഡിപ്പോസിറ്റ് റിസീവ്ഡ് ബൈ എ സൊസൈറ്റി ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് ഹാവ് നോട്ട് ബീൻ invested in building and other fixed assets is called. First option on fund, second option capital, third option working capital, fourth option working fund. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സച്ച് പോർഷൻ ഓഫ് ദി റിസർവ് ഫണ്ടിൻ്റെ, അതുപോലെ അതർ ഫണ്ട്സ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ലോൺസ് ആൻഡ് ഡിപ്പോസിറ്റ് റിസീവ്ഡ് ബൈ എ സൊസൈറ്റി ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് ഹാവ് നോട്ട് ബീൻ
invested in building and other fixed assets is called 106ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സച്ച് പോർഷൻ ഓഫ് ദി റിസർവ് ഫണ്ട്, അതർ ഫണ്ട്സ്, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ലോൺസ് ആൻഡ് ഡിപ്പോസിറ്റ് റിസീവ്ഡ് ബൈ എ സൊസൈറ്റി ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ഹാവ് നോട്ട് ബീൻ ഇൻവെസ്റ്റഡ് ഇൻ ബിൽഡിംഗ് ആൻഡ് അതർ ഫിക്സ്ഡ് അസറ്റ് ഈസ് കോൾഡ് ആൻസർ സി വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 107ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ടോട്ടൽ ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ആസ് ഷോൺ ഇൻ ദി ഡേ ബുക്ക് or cash payment register should be entered in the dash column of the cash account. First option credit, second option debit, third option balance, fourth option none of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ ടോട്ടൽ ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ, ക്യാഷ് റിസിപ്റ്റ് അല്ല പേയ്മെൻ്റ് ആണ്. റിസിപ്റ്റ് ആണെങ്കിൽ ഡെബിറ്റ്, പേയ്മെൻ്റ് ആകുമ്പോൾ ക്രെഡിറ്റ്. ആസ് ഷോൺ ഇൻ ദി ഡേ ബുക്ക് അല്ലെങ്കിൽ ഓർ ക്യാഷ് പേയ്മെൻറ്റ് രജിസ്റ്റർ ഷുഡ് ബി എൻറ്റേഡ് ഇൻ ദി ഡാഷ് കോളം ഓഫ് ദി ക്യാഷ് അക്കൗണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പേയ്മെൻ്റ് അല്ല. അപ്പോൾ 107ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ, ക്രെഡിറ്റ് ആണ്. ദ ടോട്ടൽ ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ആർ ഷോൺ ഇൻ ദി ഡേ ബുക്ക് ഓർ ക്യാഷ് പേയ്മെൻറ്റ് രജിസ്റ്റർ ഷുഡ് ബി എൻറ്റേഡ് ഇൻ ദി ക്രെഡിറ്റ് കോളം ഓഫ് ദി ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ 107ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മന്ത്ലി ആവറേജ് ക്രെഡിറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡിപ്പോസിറ്റ് ആൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 100 ഈസ് ഫസ്റ്റ് ഓപ്ഷൻ കോസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ yield on ലോൺസ്, തേർഡ് ഓപ്ഷൻ ഓൺ ഫണ്ട് ടു വർക്കിംഗ് ഫണ്ട്, ഫോർത്ത് ഓപ്ഷൻ CD റേഷ്യോ, ക്രെഡിറ്റ് ഡിപ്പോസിറ്റ് റേഷ്യോ. അപ്പോൾ 108ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മന്ത്ലി ആവറേജ് ക്രെഡിറ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡിപ്പോസിറ്റ് അതിന് മൾട്ടിപ്ലൈഡ് ബൈ 100, അപ്പോൾ റേഷ്യോ ആണ്. അപ്പോൾ 108ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ, CD റേഷ്യോ, ക്രെഡിറ്റ് ഡിപ്പോസിറ്റ് റേഷ്യോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 109ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The sum of the transaction cost and risk cost is called first option financial cost, second option operating cost, third option intermediation cost, fourth option equity cost. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? The sum of the transaction cost and risk cost is called 109ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, intermediation cost ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 110ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is not free reserve? First option common good fund, second option building fund, third option cooperative member relief fund, fourth option dividend equalization fund. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഫ്രീ റിസർവ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഫ്രീ റിസർവ്? 110ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.